സോ യെസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുണ്ട്. ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. കാരണം ക്ലബിലെ പരിപാടി, വീട്ടിലെ പരിപാടി, അങ്ങനെ എല്ലാത്തിനും. പിന്നെ ജോലിക്ക് പോകണമായിരുന്നു. ഞാൻ US ഷിഫ്റ്റാണ്. അപ്പോൾ US കാർക്ക് അറിയാമല്ലോ, കേരളത്തിലെ അവധിയൊന്നും ബാധകമല്ല. അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം. അതുകൊണ്ട് ഓണത്തിനും ജോലിക്ക് പോകേണ്ടി വന്നു. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്തു. പക്ഷേ ഒരാഴ്ച ഒന്നും ഉറക്കമില്ലായിരുന്നു. അതൊന്ന് വീഡിയോ ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടില്ല. ഇപ്പം ഒരു 4-5 ദിവസമാണെന്ന് തോന്നുന്നു. 5 ദിവസം കഴിഞ്ഞാണ് വീഡിയോ ചെയ്യുന്നത്. അതിനുള്ളിൽ ഒരുപാട് സംഭവങ്ങൾ ബിഗ് ബോസിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബിഗ് ബോസ് മാത്രമാണ് കണ്ടന്റ് എന്ന രീതിയിൽ ഇപ്പം എനിക്ക് ചെയ്യാൻ സമയം കിട്ടുന്നത്. എന്തായാലും ഒന്ന് റീഷെഡ്യൂൾ ചെയ്യണം, ഓണം കഴിഞ്ഞിട്ട് റീഷെഡ്യൂൾ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ വീക്ക് ചേട്ടൻ്റെ കല്യാണമാണ്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ എന്തായാലും അന്ന് നിങ്ങളെ ബാധിക്കുന്ന കാര്യമെല്ലാം അറിയാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു എപ്പിസോഡായിരുന്നു ലാലേട്ടൻ വരുന്നത്. ആ എപ്പിസോഡ് തന്നെയാണ് ഞാനും കാത്തിരുന്നത്. പക്ഷേ എനിക്ക് അന്നത്തെ ദിവസം കാണാൻ പറ്റിയില്ല. ഞാൻ ഞാൻ എന്താണ് കണ്ടത്, സോറി, ഇന്ന് അല്ല ഇന്നലെയാണ് ആ എപ്പിസോഡ് കണ്ടത് തന്നെ. എല്ലാവരും പിടിച്ച് ഫയർ ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കാര്യം. ലാലേട്ടൻ ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡ് തൂക്കിന്ന് തന്നെ പറയാം. അമ്മാതിരി ഫയറിങ് ആയിരുന്നു. വേറെ ലെവൽ സാധനമായിരുന്നു. കാരണം എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണോ അതെല്ലാം ചോദിച്ചിട്ടുണ്ട്. ഈ സീസൺ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് ചോദിക്കും. കഴിഞ്ഞ സീസൺ ഏത് സീസൺ ആയാലും പോട്ടെ എന്ന് വെച്ച് അങ്ങ് വിടുമായിരുന്നു. പക്ഷെ ഇത് അതുപോലെയല്ല, എല്ലാ കാര്യങ്ങളും എടുത്ത് ചോദിക്കണമെന്ന്. ആദ്യത്തെ കാര്യം തന്നെ അനുമോളുടെ കാര്യം, ആ ഡെമോൺസ്ട്രേഷൻ, എൻ്റെ അമ്പോ, തൊലി വീഞ്ഞു പോണ സാധനമായിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടൻ്റെ അകത്തൊന്ന് ആലോചിച്ചപ്പോൾ അത്രയും വലിയൊരു സ്റ്റേജിൽ അവിടെ നിന്ന് ആ ഒരു കാര്യം സംസാരിക്കേണ്ടി വരുന്ന അവസ്ഥ ആ കട്ടിലിനടിയിൽ കണ്ടു, പുറപ്പിനടിയിൽ കണ്ടു. അനുമോൾ ഇതൊക്കെയാണോ? അനുമോള് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അന്ന് അനുമോളുടെ ഫോട്ടോ കത്തിച്ചെന്നും പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞ് ബഹളം ഉണ്ടാക്കിയ ആളാണ്. ഇത്രയും വഴക്ക് കേട്ടിട്ട് പോലും ഒരു തുള്ളി കണ്ണീര് വന്നിട്ടില്ല. അപ്പൊ കരയാതിരിക്കാൻ അറിയാം അനുമോൾക്ക്. അതും ലാലേട്ടനെ പോലൊരു വ്യക്തി അവിടെ അത്രയും വലിയൊരു സ്റ്റേജിൽ വെച്ചിട്ട് ഇത്രയും പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയിൽ വെച്ചിട്ട് നാണമുണ്ടോ തനിക്ക് എന്നാണ് ചോദിച്ചത്. അത് കേട്ടിട്ട് പോലും അത്രയും ലൈറ്റ് മൈൻഡഡ് ആണ്, ഭയങ്കര ഇന്നസെന്റ് ആണ് എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരാള് ഒരിക്കലും ഇത് കേട്ടിട്ട് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ അനുമുള്ള ഒരു ഫേക്ക് സ്വഭാവം നിങ്ങളൊന്ന് ആലോചിച്ചു. ഈവൻ ഒരു ചെറിയ ഫോട്ടോ കത്തിച്ചതിന് അവിടെ അത്രയും ഷോ ഇറക്കിയ ആളാണ്. ഇത്രയും കാര്യങ്ങൾ കേട്ടിട്ട് പോലും ഒരു കുലുക്കവും ഇല്ലാതെ നിൽപ്പുണ്ട്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. കരയാതെ നിൽക്കാൻ അറിയാം, പല സിറ്റുവേഷൻ വരുമ്പോഴും പിടിച്ച് നിൽക്കാൻ അറിയാം. ചുമ്മാ കരഞ്ഞ് സിമ്പൽ പിടിച്ച് പറ്റി വോട്ട് പിടിക്കലാണ് ശരിക്കും പറഞ്ഞ പുള്ളിക്കാരുടെ പടി. അതെന്നാ ആ എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. എന്തായാലും വളരെ നല്ല കാര്യം. എല്ലാവരും കൂടെ നിന്ന എല്ലാവരും, വിഷിനായാലും പുറപ്പെടുത്തുകൊണ്ട് കൊടുത്ത ആദില നൂറ, ഇവരെല്ലാവരും പിടിച്ച് ഫയർ ചെയ്തിട്ടുണ്ട്. കാരണം അമ്മാതിരി ഒരു വൃത്തികെട്ട ആക്ടായിരുന്നു. അവരെന്തോ കാണിച്ചോട്ടെ, നിങ്ങളത് എക്സ്പോസ് ചെയ്യണമെങ്കിൽ എക്സ്പോസ് ചെയ്തോ, ഒരു പ്രശ്നവുമില്ല. അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ആകെ അതിൽ പറഞ്ഞത് അക്ബർ മാത്രമാണ് എണീറ്റ് പോയത്. കാരണം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനും അത് സ്കിപ്പടിച്ച് കളഞ്ഞാണ് കണ്ടത്. കാരണം എന്തുകൊണ്ടാണ് കാണിക്കുന്നത്, പുറത്തിങ്ങനെ കൊണ്ട് ഇടുന്നു. ആകെ ഇച്ചിരി കണ്ടോളൂ, ഇച്ചിരി കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു മാതിരി ഞാൻ സ്കിപ്പടിച്ച് കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അമ്മാക്ക് വൃത്തികെട്ട ഒരു ആക്ട് അവിടെ കാണിക്കും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ലാലേട്ടൻ്റെ അവസ്ഥയിലൊന്നും ആലോചിച്ചില്ല. അവിടെ നിന്ന് അത്രയും പേരുടെ മുമ്പിൽ ആ ഒരു കാര്യം പ്രസന്റ് ചെയ്യേണ്ട അവസ്ഥ. അവസാനം ശരിക്കും ദേഷ്യം വന്നതാണെന്ന് തോന്നുന്നു പുള്ളിക്കാരന്. അമ്മാതിരി ഒരു വൃത്തികെട്ട ആക്ടും അത് കുറെ സപ്പോർട്ട് ചെയ്യാൻ കുറെ പേര് ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. അത് അത്ര ബോധമില്ലാത്ത ഒരാള്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ അറിയാലോ, ഈ എല്ലാ ക്യാമറയും നോക്കി ഇത് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആരിന്റെ ഷോ തുടങ്ങി. ആ ലാലേട്ട അവിടെ നിൽപ്പുണ്ട്, എന്നിട്ട് എണീറ്റ് പോയി കൈയടി ബഹളം എന്തോ. അവിടെ നിൽക്കുന്ന ഒരു ഹോസ്റ്റിന് ആരോ ആയിക്കോട്ടെ ഒരു ബഹുമാനം കൊടുത്തൂടെ അതിന്റെ ഇടയിൽ കൂടെ? അല്ലെങ്കിൽ അതെല്ലാം കഴിഞ്ഞിട്ട് അനുമോളുമായിട്ട് പോയി എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ ഒരാൾ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചെയ്യുന്ന ആക്ടാണ് ആര്യ. അത്ര ഇമ്മച്ചറും ഒരു എന്തെന്ന് പറയാൻ, നിഷ്കളങ്കനെന്നല്ല, പൊട്ടൻ, അങ്ങനെ തന്നെ പറയണം. ഓരോ പൊട്ടത്തരങ്ങൾ അവിടെ ചെയ്ത് കാണിക്കുന്ന ഒക്കെ ഇപ്പോഴും പുച്ഛത്തിന് ഒരു കുറവുമില്ല. എന്ത് പറഞ്ഞാലും കുറെ പുച്ഛവും. ലാസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം. നൂറ നോമിനേഷനിൽ എന്തോ പിടിച്ചിട്ടു. ഈ ആരാ, നമ്മുടെ ആര്യന. അയ്യോ, അങ്ങോട്ട് തുടങ്ങി. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. ഇത് നൂറയോടല്ല പറയുന്നത്, ആദിലയോട് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറയുന്നത്. അതിനുപോലുള്ള ധൈര്യം പോലും ഇല്ലായിരുന്നു. എന്നിട്ട് മുഖത്ത് ഒരു ലോഡ് പുച്ഛവും. അതിനൊരു കുറവുമില്ല. ആര്യൻ്റെ കാര്യം പറയണമെങ്കിൽ പുച്ഛം എന്ന ഒരു ടോപ്പിക് അല്ലാതെ വേറെ ഒന്നും അവിടെ പറയാനില്ല. അയ്യോ, അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ആ സാറ്റർഡേയിലത്തെ എപ്പിസോഡ് ലാലേട്ടൻ വന്ന് തൂക്കി അടിച്ചിട്ടുണ്ട്. എല്ലാവരും പിടിച്ച് കുടഞ്ഞിട്ടുണ്ട്.
അതുപോലെ എന്തുവാ ഈ ശരിക്കും പറഞ്ഞാൽ എവിക്ഷൻ, അയ്യോ എവിക്ഷൻ അത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എവിക്ഷനായിരുന്നു എനിക്ക്. ശരിക്കും പറഞ്ഞാൽ അപ്പാനി, രേണുസുതി, അപ്പാനി ഞാൻ പറഞ്ഞു പല വീഡിയോസിലും ഞാൻ പറഞ്ഞു പുറകെ നടന്ന് ബുള്ളിങ് ചെയ്യുന്നത്. അത് ആദ്യമൊക്കെ ഓക്കെയാണ്, പിന്നീട് പണി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരാളെ കോർണർ ചെയ്ത് കൊണ്ടുപോയി ആദ്യമൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രസമായിരുന്നു. പിന്നെ പിന്നെ ഡെയിലി ഇത് തന്നെ കണ്ടന്റ് ആക്കാൻ തുടങ്ങി ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു വെറുപ്പ് തോന്നും. ഒരാളെ തന്നെ ഫോക്കസ് ചെയ്യുന്നത്, ഗ്രൂപ്പിസം കാണിക്കുന്നത്, അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. അക്ബർ അവിടെ പിടിച്ചു നിൽക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ അക്ബർ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പാനി ആയാലും സോറി അക്ബർ എല്ലാവരുടെ തെറ്റും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈവൻ അവരുടെ ഗ്രൂപ്പിലുള്ള അപ്പാനി ആയാലും ആര്യനായാലും ആരുടെ തെറ്റായാലും അക്ബർ ഇടപെടുന്നുണ്ട്. അങ്ങനെ ഒരു ഇമേജ് അക്ബർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അക്ബർ ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് പോകുന്നത്. അതുപോലെ നല്ലപോലെ ഗെയിമും കളിക്കുന്നുണ്ട്. അപ്പാനി ഗെയിം കളിക്കുന്നില്ല എന്നല്ല, അപ്പാനി ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഗ്രൂപ്പ് കളിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ എന്തോ വലിയ കിടിലമാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഔട്ടായത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കോർണർ ചെയ്താൽ പണി കിട്ടും. അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പാനിയെ പയ്യെ പുലികളിയുടെ എടുത്തോണ്ട് അങ്ങ് പോയി. വളരെ നല്ല കാര്യം ശരിക്കും. കാരണം അതിൻ്റെ അകത്ത് ആളുകൾക്ക് മനസ്സിലാവണം ഇങ്ങനെയൊന്നും അല്ല ഗെയിം, ഇങ്ങനെയൊന്നും കാണിച്ചാലല്ല ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. അപ്പം നല്ലപോലെ സ്ട്രഗിൾ ചെയ്തു. അത് ഞാൻ കിടിലമാണ്, നമ്പർ 1 ആണെന്നൊക്കെ പലരുടെയും പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. നീ കഴിഞ്ഞാൽ ഞാനല്ലേ, അത് അക്ബറിൻ്റെ അടുത്താണ്. നീ ഇല്ലെങ്കിൽ ഞാനില്ലേ, ഞാൻ കഴിഞ്ഞാൽ നീയല്ലേ, അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം മനസ്സിലായല്ലോ ആര് കഴിഞ്ഞാൽ ആരെന്ന്. പയ്യെ വീട്ടിൽ പോയി ഇരിക്കുക. പലരും പറയുന്ന കേട്ടോ അതിൻ്റെ അത് ചീത്ത വിളിച്ചതുകൊണ്ട്. ചീത്ത വിളി മാത്രമല്ല, ഈ പുള്ളിക്കാരനെ കയ്യിലിരിക്കും കൂടെ കൊണ്ടാണ്. ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. അത്യാവശ്യം അനുമോൾക്കാണെങ്കിൽ പുറത്ത് അത്യാവശ്യം നല്ല ഫാൻ ബേസും ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, സ്റ്റാർ വാലിക്ക് പോലുള്ള ഷോസിൽ നിന്ന് വന്നതുകൊണ്ട് ഫാമിലിയുടെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ട്. അതൊന്നും മനസ്സിലാക്കാതെയാണ് പുള്ളിക്കാരൻ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കടന്ന് കുറച്ച് ബഹളം ഉണ്ടാക്കിയത്. ഒരു കാര്യമില്ല. ഇപ്പോൾ ഔട്ടായി വീട്ടിരിപ്പുണ്ടല്ലോ രേണുസുതി, അത് പിന്നെ പറയണ്ടല്ലോ. അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്താവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അവർക്ക് പുറത്തുള്ള സപ്പോർട്ട് ആർക്കും അറിയത്തില്ല. അത് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് ആക്റ്റീവായിട്ട് നല്ലതുപോലെ കളിച്ചിരുന്നെങ്കിൽ കുറേ നാൾ കൂടി അവിടെ തുടരുമായിരുന്നു. അത്യാവശ്യം പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അതായത് അവർക്ക് അത്യാവശ്യം നല്ല സാലറി കൊടുത്താണ് അവിടെ നിർത്തിയിരിക്കുന്നതാണ്. അത് കുറച്ചുകൂടെ കിട്ടിയാണ്. എന്തായാലും കപ്പൊന്നും അടിക്കില്ല, പക്ഷെ കുറച്ചുകൂടെ സാലറി കിട്ടി കുറച്ചുകൂടെ ആളും കൂടെ അതിൻ്റെ അകത്ത് നിൽക്കാമായിരുന്നു. ഇത് ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാവരും എനിക്ക് വയ്യ മക്കളെ, പിന്നെ എന്തിനാണ് അതിൻ്റെ അകത്തോട്ട് പോയത്? 5-6 ദിവസം അവിടെ നിന്നിട്ട് തിരിച്ചു വരാനോ? അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം തൊട്ട് പുള്ളിക്കാരെ ആക്റ്റീവേ അല്ലേ. പുറത്തു പോയത് നന്നായി. ഗെയിം കളിക്കാനല്ലേ വന്ന, ഗെയിം കളിക്കുന്നവരും യോഗ്യത ഉള്ളവരും നേരത്തെ, അത്ര എനിക്ക് പറയാനുള്ളൂ. അതുപോലെ പക്ഷെ ശൈത്യം നല്ലൊരു പ്ലെയർ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. നോമിനേഷനിൽ വന്ന ആൾക്കാർ മീൻസ് അനുമോള്, ശൈത്യ, വിസയില്, ആര്യൻ, ഇവരെല്ലാവരും കൂടെയാണ് വന്നത്. പക്ഷെ ആര്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് ആര്യൻ അവിടെ നിൽക്കുന്നത്. ഞാൻ കരുതി ആര്യനായിരിക്കും ഔട്ടാവുന്നതെന്ന്. ആര്യൻ ഔട്ടായ വളരെ നല്ല കാര്യം, നല്ല കാര്യമായിരുന്നു. കാരണം പുള്ളിക്കാരൻ അവിടെ ഒരു കണ്ടന്റും കൊടുക്കുന്നില്ല, ഒരു ഗെയിം നല്ലപോലെ കളിക്കുന്നില്ല. ചുമ്മാ കുറെ പുച്ഛവും കാര്യം ഇവര് ബിഗ് ബോസിനെ പുച്ഛം, രാജേട്ടനെ പുച്ഛം, അവിടെയുള്ള കണ്ടസ്റ്റൻസിനെ പുച്ഛം, ഇതെല്ലാം തന്നെയാണ് പുള്ളിക്കാരൻ അവിടെ കണ്ടന്റ് ആയിട്ട് കൊടുക്കുന്നത്. വേറെ ഒന്നും ഇല്ല അവിടെ. ശരിക്കും പറഞ്ഞാൽ ശൈത്യക്ക് പകരം ആര്യൻ പോയിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയത്. ആര്യൻ തന്നെ പോകുന്നതാണ് ഞാൻ വിചാരിച്ചിട്ടിരുന്നത്. പക്ഷെ രാജേട്ടൻ്റെ ഓരോ സംസാരം കേട്ടുമ്പോഴും ഇപ്പോൾ ഫ്രണ്ട്സായിട്ട് ഇരുന്നവരും ഇപ്പോൾ ഫ്രണ്ട്സ് അല്ലാത്തവരുമായിട്ടുള്ളവരൊക്കെ പിരിയും എന്നൊക്കെ രീതിയിൽ സംസാരിച്ചപ്പോൾ മനസ്സിലായി ശൈത്യമാണ് പോകുന്നത്. കാരണം അനുമോള് പോകാൻ ഒരു ചാൻസും ഇല്ല, അത് 100% ഉറപ്പായിരുന്നു. ശൈത്യ പോകുമെന്ന് ഞാൻ വിചാരിച്ചു, ശൈത്യ തന്നെ പോയി. പക്ഷേ ശൈത്യ നല്ലൊരു പ്ലെയർ ആയിരുന്നു, കുറച്ചുകൂടി ജെന്യൂൻ ആയിട്ട് തോന്നി. പുള്ളിക്കാർ പുറത്ത് ഷോയിലൊക്കെ ട്രോഫി വാങ്ങിക്കില്ല, അതൊക്കെ എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതിൻ്റെ ഒരു അത് ഇവിടെ പറയേണ്ട കാര്യമില്ല. പക്ഷെ അത് വെച്ച് ഞാൻ ഇങ്ങനെ ശൈത്യം ജഡ്ജ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ ആയിരിക്കും സ്വഭാവമുണ്ട്. പക്ഷേ പുള്ളിക്കാർ കുറച്ചുകൂടെ ജെന്യൂൻ ആയിട്ട് എനിക്ക് തോന്നി. കുറച്ച് നാളും കൂടെ നിന്നിരുന്നെങ്കിൽ നല്ലപോലെയൊക്കെ ഗെയിം കളിക്കാൻ പറ്റിയേനെ എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷേ പുള്ളിക്കാരി ഔട്ടായി. എന്താ പറയുക. പിന്നെ അതിൽ പറയാനുള്ള കാര്യം, മിക്കവാറും ഉടനെ അബി ഇങ്ങനെയാണ് കളിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ പുള്ളിക്കാരൻ ഒരു കാര്യത്തിൽ ഇടപെടാതെ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ വേണ്ട റെക്കഗ്നൈസേഷൻ പുള്ളിക്ക് കിട്ടുന്നില്ല. എത്ര ഗെയിം കളിച്ചാലും മുന്നോട്ട് എത്തുന്നില്ല പുള്ളിക്കാരൻ. അതെന്താണെന്ന് എനിക്ക് അറിയില്ല. ആരും അങ്ങനെ പേര് പറയുന്നില്ല. നോമിനേഷനിൽ വരുന്നുണ്ട്, പക്ഷെ അതല്ലാതെ ക്യാപ്റ്റൻസിയുടെ മുന്നിലോട്ടായാലും പല ടാസ്കുകൾ ചെയ്തിട്ടായാലും ഇപ്പം 100 എന്തോ പവർ
എൻ്റെ പവർ കിട്ടി. അതൊന്നും പുള്ളിക്കാരന് കൊടുത്തില്ല. 3 കാർഡൊന്നും കിട്ടി, 2 കാർഡ് സ്വന്തമായിട്ട് എടുത്തു, 1 കാർഡ് ബിന്നിക്കൊക്കെ കൊടുത്തു. എന്നിട്ടും അത്രയും ഗെയിം കളിച്ച് അബിക്ക് കൊടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ അത് ഡിസ്റ്റർബിങ് ആയിരുന്നു. കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ലാസ്റ്റ് എപ്പിസോഡിൽ അങ്ങനെ വലിയ കഥയൊന്നും ഞാൻ കണ്ടില്ല. ചായ ഉണ്ടാക്കുന്നതിനടി എന്നും അതിനകത്ത് അടിയാണല്ലോ. അങ്ങനെ എടുത്ത് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നും ലാസ്റ്റ് ഇല്ലായിരുന്നു. കാരണം ശനി ഞായർ ലാലേട്ടൻ വന്ന് തൂക്കി കൊണ്ടുപോയി. കാരണം അകത്തോട്ട് പോയിരുന്ന എപ്പിസോഡിലാണ് പുള്ളിക്കാരൻ അത്രയും ഫയർ ചെയ്തത് എല്ലാവരും. എന്നിട്ട് പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ അതിൽ എടുത്ത് പറയുന്നുണ്ട്, ഇത്രയും ബഹുമാനം, അതായത് ബിഗ് ബോസിനോടോ ആ ഹോസ്റ്റിനോടോ ബഹുമാനം ഇല്ലാത്ത ഒരു കണ്ടസ്റ്റൻസ് ഉള്ള ഒരു സീസണാണ്. അത് ലാലേട്ടൻ തന്നെ ആ എപ്പിസോഡിൽ പറഞ്ഞതാണ്. നിങ്ങൾക്ക് കണ്ടവർക്ക് മനസ്സിലാവും. അത് എല്ലാവർക്കും തോന്നിയ കാര്യമാണ്. ബിഗ് ബോസ് ഒന്ന് പറയും, അവരൊന്ന് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ ചെയ്യും. അങ്ങനെ അല്ലായിരുന്നു ഇത്രയും നാട്. ബിഗ് ബോസ് അവിടെ എന്ത് പറയുന്നു, അവര് ബിഗ് ബോസ് എന്ന ഷോയിൽ ബിഗ് ബോസ് എന്ത് പറയുന്നു അതാണ് അവരുടെ റൂള്. അതനുസരിച്ച് മുന്നോട്ട് പോവുക. അവിടെ അനുസരിക്കാൻ പറ്റാത്ത റൂളുകളൊന്നുമില്ല. ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ള റൂൾസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അതുപോലും അനുസരിക്കുന്നില്ല. ഈവൻ ലാലേട്ടൻ വന്ന് പറയുന്നത് പോലും അവരനുസരിക്കുന്നില്ല. പിന്നെ അയ്യോ അന്ന് അനുമോള്, ഇവിടെ ഞാൻ നിൽക്കുന്നത് ബിഗ് ബോസിന് വേണ്ടിയാണ്, റേറ്റിങ്ങിന് വേണ്ടിയാണ്, അതൊക്കെ പൊളിച്ചെടുക്കിയിട്ടുണ്ട്. അത് അനുമോളെ എണീപ്പിച്ച് നിർത്തി ആ വിഷ്വൽ കാണിച്ച് ചോദിപ്പിക്കണമായിരുന്നു. എല്ലാവരും അത് കേൾക്കണമായിരുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് ബിഗ് ബോസിന് വേണ്ടിയാണ്, പിന്നെ ബിഗ് ബോസിന് കഞ്ഞി ഉണ്ടാക്കി കൊടുക്കണമായിരുന്നു. ഇത്യാദി ഒരു ഫേക്ക് സാധനം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നാട്ടുകാരിയാണ്, ഒരു ഉപയോഗമില്ല. ഞാൻ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വോട്ട് പോലും ചെയ്യത്തില്ല. അങ്ങനെ ആർക്കും വോട്ട് ചെയ്തിട്ടില്ല. അഥവാ ഇനി വോട്ട് ചെയ്താലും സ്വന്തം നാട്ടുകാരി എന്ന പരിഗണന പോലും ഞാൻ കൊടുക്കൂല. അമ്മ അതിന് ഫേക്കായിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഒരു കാര്യമില്ല. ആദ്യമൊക്കെ ഞാൻ കരുതി ഭയങ്കര ഇന്നസെൻസ് ആണ്, അങ്ങനെയാണെന്നൊക്കെ കരുതി. പക്ഷെ അല്ല, നല്ല ക്രൂക്കഡായിട്ടുള്ള മൈൻഡാണ്. മറ്റേ മൈൻഡ് ഗെയിമറെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഫേക്കായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പാവയെ കൊഞ്ചിക്കുന്നു. ഇതൊക്കെ എത്ര സീസൺ കണ്ടതാണ്. പാവ എടുത്ത് വെച്ച് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു. ആ പാവയെ തൊട്ട് അങ്ങ് കരഞ്ഞ് ബഹളം. എൻ്റെ അമ്മ അത്ര ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളാണ് ലാലേട്ടൻ മുമ്പിൽ അങ്ങനെ പിടിച്ചിരുന്നത്. എന്നിട്ട് നിലപാട്, അതിൽ പലരും പറയുന്നുണ്ട് നിലപാടിൽ ഉറച്ചു നിന്നു, അത് നിന്നു, ഇത് നിന്നു. നിലപാടിൽ ഉറച്ചു നിൽക്കാം, പക്ഷെ ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് അത് പോക്ക്, അത് എങ്ങനെ ന്യായീകരിക്കാനാണ്? പിന്നെ ആ വിഷല് ലാലേട്ടൻ പറയുന്നുണ്ട് എല്ലാവരും പരിശോധിച്ചു, ആരും കണ്ടില്ല എന്ന് പറയുന്നു. പുതപ്പിന് അടിയിൽ നടന്ന കാര്യമാണ് അനുമോള് കണ്ടെന്ന് പറയുന്നത്. അത് എങ്ങനെ കണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം പല വിഷയത്തിലും ഞാനും കണ്ടതാണ്. അത് പുതപ്പ് ഇങ്ങനെ മൂടിയിട്ടുണ്ട്, അതും പുതപ്പ് അനങ്ങുന്നുണ്ട്. ഈവൻ അവർ കിസ് ചെയ്താലും ഇല്ലെങ്കിൽ അനുമോൾക്ക് എന്താ അത്ര എനിക്ക് ചോദിക്കണം. അവരവിടെ കിസ് ചെയ്യാതെ ഇരിക്കുകയോ ചെയ്യട്ടെ. അനുമോൾ ഇത്ര ഇതാവുന്ന എന്താ, ഫ്രസ്ട്രേറ്റഡ് ആവുന്ന എന്തിനാ? ആണും പെണ്ണും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ചെയ്തത്. എവിടെ ചെയ്യാൻ പറ്റാത്തതാണ്? ആണും പെണ്ണും ഒരു ഉമ്മ വെച്ചെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാനാണ്? അവർ രണ്ടുപേരും സിംഗിൾ ആയിരിക്കും. അവർ രണ്ടുപേരും കൺസെന്റ് ഉണ്ടെങ്കിൽ അവർ കിസ് ചെയ്തോട്ടെ. അതിനിപ്പോ എന്താ ഈ കുടുംബ പ്രേക്ഷകർ കാണുന്നത്? അതിൻ്റെ അകത്ത് ചീത്ത വിളി, തന്തയ്ക്ക് വിളി, അമ്മയ്ക്ക് വിളി, കുടുംബക്കാരെ വിളി, ഇതൊന്നും കുടുംബ പ്രേക്ഷകർ കാണുന്നില്ല. അനുമോള് കാണിക്കുന്ന ഡ്രാമ, അനുമോള് പ്രാവുന്നത്, ഇതൊന്നും കുടുംബ പ്രേക്ഷകർ കാണുന്നില്ല. എനിക്ക് അതൊക്കെയാണ് ചോദിക്കാനുള്ളത്. എന്നിട്ട് മറ്റേ കാർഡ്, അയ്യോ ഞാൻ പാവമാണ്, എന്നെ കോർണർ ചെയ്യുന്നത്, എനിക്ക് ഈ പാവം മാത്രമേ ഉള്ളൂ. കോർമടി പീസ് തന്നെ വന്നു ഇതിപ്പോ പറഞ്ഞു പറഞ്ഞാൽ അനുമോളുടെ കണ്ടന്റ് മാത്രമായി തോന്നുന്നു. ശരിക്കും പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു പ്ലെയറാണ് അനുമോൾ പറഞ്ഞു വന്നത്. ഫാൻ ബേസ് ഉണ്ടായിരിക്കാം, പക്ഷെ കാണിച്ചു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മസ്താനിക്ക് ഇപ്പൊ ഇങ്ങനത്തെ വൃത്തികൾ കിട്ടിയിട്ടുണ്ട്. മസ്താനി, ലക്ഷ്മി, വയൽക്കാടിൽ വന്ന ആ സാബുമാൻ, അത് പിന്നെ വാ തുറക്കണതേ വല്ലപ്പോഴും. അതിന് മാത്രം കിട്ടിയില്ല. അതുപോലെ എല്ലാവരും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ലാലേട്ട ഊക്കി വിടുന്നുണ്ട്, നീ പഠിച്ചോണ്ട് അവിടെ ഇരിക്കുന്നു, കപ്പും കൊണ്ട് ആരെങ്കിലും പൊക്കോളൂ. ആ രീതിയിലാണ് ലാലേട്ട സംസാരിച്ചു വിട്ടത്. അതെ, ഞാൻ എല്ലാവർക്കും പറയാനുള്ളത് ഈ രീതിയിലാണെങ്കിൽ സാബുമാൻ ഈ വിക്ഷണങ്ങാനും വന്ന ഉടനെ പോകും. ഒരു പുള്ളിക്കാരൻ അങ്ങനെ ഇടപെടുന്നതോ സംസാരിക്കുന്നതോ ആയിട്ട് മേ ബി അങ്ങനെ ബഹളം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്ത ഒരാളായിരിക്കാം. പക്ഷെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുക, അല്ലാതെ അവിടെ മിണ്ടാതിരുന്നിട്ട് ഒന്നും നേടാനില്ല. അങ്ങനെ എല്ലാവർക്കും പൊതുവെ കിട്ടിയൊരു എപ്പിസോഡായിരുന്നു ലാലേട്ടൻ വന്നത്. അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിലൊന്നും ഒന്നുമില്ല കണ്ടന്റ്. ശരിക്കും പറഞ്ഞാൽ അടുത്ത ആഴ്ച ലാലേട്ടൻ വരണം ഒന്ന് ഉണരാനായിട്ട്, ബിഗ് ബോസ് ഉണരാനായിട്ട്. അല്ലാതെ അവിടെ ഒന്നും ഇല്ല. വല്ലപ്പോഴും ആ ബാക്കിൽ നടന്ന് കോർണർ ചെയ്യുന്ന അപ്പാനിയുണ്ട്. അപ്പാനി ഉണ്ടെങ്കിൽ കുറെ ചീത്ത വിളിയാക്കുമായിരുന്നു, അല്ലാതെ ഒരു കാര്യമില്ല. പിന്നെ കുറെ കോർണറിങ് കാണാം, പാവ വലിച്ചെറിയണം കാണാം, കുറെ ഗ്രൂപ്പ് ഷോ കാണാം. ഇതെല്ലാം അവിടെ നിന്ന് ഒരു സ്ഥലത്ത് നിന്ന് ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് പൊക്കോണ്ടിരിക്കുക. അതിൽ പറഞ്ഞല്ല, വയൽക്കാട് വന്ന ശേഷം വയൽക്കാടുകളുമായി അതിൻ്റെ അകത്തെ കണ്ടസ്റ്റൻസുമായി എന്ന് മാറി. അതിൻ്റെ അത് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നതെല്ലാം 2 ഗ്രൂപ്പായി മാറി. അത് ശരിക്കുമാണ്.
ഇത് കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ കുറേ ലക്ഷ്മിയുടെ കുറേ ബോസി സ്വഭാവങ്ങളും അങ്ങനെ എന്തൊക്കെയോ പുള്ളിക്കാർ കാണിച്ചു കൂട്ടുന്നുണ്ട്. സാമ്പാറൊക്കെ വെള്ളം പോലെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ വിഷയത്തിൽ കാണാം സാമ്പാറൊക്കെ ഇങ്ങനെ തൂക്കിയ രസം രസം ഇതിനെക്കാളും കട്ടിയുണ്ടെന്ന് തോന്നിപ്പോൾ. ആ രീതിയിലൊക്കെയാണ് പുള്ളിക്കാർ വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി പുള്ളിക്കാർക്ക് ഈ സോറി പറയാനും തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാനും ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന് സാമ്പാറിന്റെ കാര്യം വന്നപ്പോഴും സാമ്പാർ ഉണ്ടാക്കാൻ അറിയത്തില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതൊരു കുറച്ചിലായിട്ടാണ് പലരും കാണുന്നത്. ഒരു കാര്യം ആരും ആയിക്കോട്ടെ, ലക്ഷ്മിയുടെ കാര്യം മാത്രമല്ല, മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല എന്ന് തന്നെ പറയണം. അല്ലാതെ എനിക്കിത് അറിയാം എന്നും പറഞ്ഞാൽ അതിനെ പോയി കൊളാക്കിയിട്ട് എന്ത് ചെയ്യാനാണ്? അറിയില്ല, എനിക്കിത് പറഞ്ഞു തന്നാൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതൊരു മാന്യതയാണ്. അല്ലാതെ എനിക്കെല്ലാം അറിയാം, ഞാനെല്ലാം തികഞ്ഞതാണെന്നും പറഞ്ഞു നിന്നാൽ നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കും. എത്രേ പറയാനുള്ളൂ. അത് മൊത്തത്തിലാകട്ടോ പറഞ്ഞത്. ബിഗ് ബോസിന് മാത്രമല്ല, മൊത്തത്തിൽ ജീവിതത്തിൽ മൊത്തത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക, തെറ്റുകളിൽ നിന്ന് പല കാര്യങ്ങളും പഠിക്കുക. ഈവൻ ഞാൻ തന്നെ ആദ്യം വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കുറേ മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല. ഓരോരുത്തർ ഓരോ രീതിയിൽ പറഞ്ഞു തരുമ്പോൾ ആ രീതിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ ചാനൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വഴിയോ ഞാൻ വഴിയോ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഇതിൽ വീഡിയോസ് ഞാൻ ഇടുന്നു. എനിക്ക് എൻ്റെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ചെയ്യുന്നവരെ ഞാൻ കൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്നു, അത്ര തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് 500-600 ഫോളോവേഴ്സൊക്കെ ചുമ്മാ ഇനിഷ്യലി തന്നെ എനിക്ക് കൊണ്ടാക്കാൻ പറ്റും. കാരണം അത്രയും കോണ്ടാക്ട്സ് ഉണ്ട് എനിക്ക്. വാട്സപ്പിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും. ഞാൻ എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട്സ് ഒന്നും റിവീൽ ചെയ്തിട്ടില്ല. അതിൽ എൻ്റെ ഈ അക്കൗണ്ടാണ്, സോറി, ഞാനാണിത് ഈ ഒരു ചാനൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. ആർക്കും, ഈവൻ എൻ്റെ ഫാമിലിക്ക് ഒരു അക്കൗണ്ട് ഞാനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇപ്പം നോക്കി എത്ര 160 അതിനകത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. ഇത്രയും നാൾക്കിടയിൽ ഞാൻ ഒരു 10-100 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് പയ്യാണ് കയറുന്നത്. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല. കയറട്ടെ, പയ്യെ കയറട്ടെ. ഞാൻ എന്തായാലും എൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട് വഴി പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഈ ഫേസ് റിവീലിൻ്റെ കാര്യം അത് പറയാനാണെങ്കിൽ വേറൊരു എപ്പിസോഡ് തന്നെ ചെയ്യണം. അതെല്ലാം വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യാം. സോ അല്ലെങ്കിൽ കണ്ടന്റിൽ നിന്ന് മാറിപ്പോകും.